നമ്മൾ ഈ ചക്ക തിന്ന് കളയണ ഈ ചക്കക്കുരുവില്ലേ, അതൊരിക്കലും കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇതിപ്പോൾ 300 ഗ്രാം ചക്കക്കുരുവാണ്. ഇത് നല്ല ചെറു തീയിൽ നന്നായി മൊരിച്ചെടുക്കണം. ഉള്ളൊക്കെ നന്നായി മൊരിയണം. ചക്കക്കുരുവൊക്കെ നന്നായി വറുത്ത് കഴിഞ്ഞു, ഉള്ളൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഇപ്പോൾ അതേ ചക്കക്കുരു നന്നായി വറുത്ത് കോരി ഇനി നമുക്കൊരു 300 ഗ്രാം അരി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തീ കൂട്ടിയിടുക, പിന്നെ തീ കുറച്ചിട്ടിട്ട് വേണം അരി മൊരിക്കാൻ. ഇനി അരി വറുത്ത് മൊരിഞ്ഞ് കിട്ടി, ഇനി അത് കോരിയെടുക്കുക. ഇനി ഇതേപോലെ തന്നെ ചെറു തീയിൽ നാളികേരം എണ്ണയില്ലാണ്ട് വറുത്തെടുക്കണം. ഇപ്പോൾ അതേ നാളികേരം മൊരിഞ്ഞ് കിട്ടി. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അതേ അണ്ടിപ്പരിപ്പും വറുത്തെടുത്തു. ഇപ്പോൾ അതേ അരി, അണ്ടിപ്പരിപ്പ്, നാളികേരം, ചക്കക്കുരു ഇതെല്ലാം വറുത്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി 4 കൂട്ടം മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ അരി പൊടിച്ചു അരിച്ചെടുക്കണം. ബാക്കിയുള്ള 3 കൂട്ടം അരിക്കേണ്ട ആവശ്യമില്ല. 3 കൂട്ടം പൊടിച്ചു കഴിഞ്ഞു. ഇനി ചക്കക്കുരുവാണ്. ചക്കക്കുരു മുഴുവനോടെ ഇടാൻ പാടില്ല. അതിനെ ചതച്ചിട്ട് വേണം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടെമ്പറാണ്. ചതച്ച് കഴിഞ്ഞിട്ട് കുതിർത്തിയിട്ട് വേണം മിക്സിയിൽ പൊടിക്കാൻ, അല്ലെങ്കിൽ മിക്സി കേടാവും. എല്ലാ പൊടികളും ഇതിലിട്ടു. ഇനി ഒരു 1/2 കിലോ വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് അരിച്ചതിലൊഴിക്കുക. അതുപോലെ തന്നെ ഇത് കുഴയ്ക്കുമ്പോൾ നല്ല ലൂസിൽ വേണം കുഴയ്ക്കാനായിട്ട്. ഇത്ര ലൂസിൽ കുഴച്ചിട്ട് അത് ഉരുട്ടി വയ്ക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് നല്ല പാകമാവും തിന്നാൻ. ഈ നനവെങ്കിലും വേണം ഇതിന്. ഇനി നമുക്കിതിനെ ഉരുട്ടി വയ്ക്കാം. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് വയ്ക്കുക. കണ്ട, ഇതേപോലെ ഉരുട്ടി വയ്ക്കുക. നല്ല വറുത്ത് മൊരിഞ്ഞ ചക്കക്കുരു തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതാണ് ഞങ്ങളുടെ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ അണ്ടിയുണ്ട. നല്ല ടേസ്റ്റാണ്. ഇതിൽ ചക്കക്കുരു ആണ് കൂടുതൽ. എല്ലാവരും ട്രൈ ചെയ്യണം.